സൂറ അൻആമിൽ തന്നെ 12, 13, 14 പറയുന്നു. ചോദിക്കുക, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ആരുടേതാകുന്നു? പറയുക, അള്ളാഹുവിൻ്റെതത്രേ. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട് ആകാശ ഭൂമിയിലുള്ളതെല്ലാം ആരുടേതാണെന്ന്. അപ്പൊ അള്ളാഹുവിൻ്റെ തന്നെ. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. എവിടെ രേഖപ്പെടുത്തിയത്? കാരുണ്യത്തെ അവൻ സൃഷ്ടിച്ച മനുഷ്യരുടെ മേലെ. ഇവിടെയാണ് നമ്മൾ ബൈബിളിലേക്ക് പോകുമ്പോഴും തോറയിലേക്ക് പോകുമ്പോഴൊക്കെ ഉള്ള ആ ഒരു സീക്രട്ട് വരുന്നത്. നമ്മുടെ കൈകളിലുള്ള നാമം എങ്ങനെ വന്നു എന്നുള്ളത് അവന്റെ കാരുണ്യം നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവന്റെ കൈകൾ എന്ന അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ നാമം വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ സ്വന്തം പേരിൽ കാരുണ്യത്തെ ബാധ്യതയായി രേഖപ്പെടുത്തിയെന്ന്. നമ്മൾ സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള തെളിവ്, സൃഷ്ടാവ് നമ്മൾ സൃഷ്ടിച്ചതാണെന്നുള്ള തെളിവ്, അതിന് വേണ്ടിയിട്ട് ഇത് ബൈബിള് പറയുന്നുണ്ട്, തോറയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കള്ളസത്യങ്ങളൊന്നും ചെയ്യരുത്, കളവ് ചെയ്യരുത്, അങ്ങനെ ഒരുവിധ തെറ്റുകൾ നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് നിങ്ങൾ അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സ്വദേഹങ്ങളെ തന്നെ നഷ്ടത്തിലാക്കിയവരത്ര അവർ, അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. അവൻ്റെതാകുന്നു രാത്രിയും പകലിലും അടങ്ങിയതെല്ലാം, അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താ? സൃഷ്ടാവെല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അവൻ്റെതാണ് രാത്രിയും പകലും, കാരണം അവനാണ് രാവും പകലും നമുക്ക് മാറ്റി മാറ്റി തരുന്നത്. അപ്പോൾ സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തിന്റെ അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ കൈകളുടെ പ്രവൃത്തികളാണ് അത്. അതിൽ തന്നെ 14 പറയുന്നത്, പറയുക, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അല്ലാഹുവല്ലാതെ ഞാൻ രക്ഷാധികാരിയായി സ്വീകരിക്കുകയോ അവനാകട്ടെ ആഹാരം നൽകുന്നു, അവന് ആഹാരം നൽകപ്പെടുകയുമില്ല. പറയുക, തീർച്ചയായും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരിൽ ഒന്നാമനായിരിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നീ ഒരിക്കലും ബഹുദൈവ ആരാധകരിൽ പെട്ടുപോകരുത്. ഇവിടെ പറയുന്നുണ്ട്, അള്ളാഹുവാണ് നമുക്ക് ആഹാരം നൽകുന്നത്, അവന് ആഹാരം കഴിക്കുന്നവനല്ല. അപ്പൊ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സൃഷ്ടാവിനെ ആരാധിക്കാനാണ് നമ്മോട് ഇവിടെ പറയുന്നത്. എന്നാൽ നമ്മൾ ബൈബിളിലേക്ക് പോവാണെങ്കിലും തോറാത്തിലേക്ക് പോവുകയാണെങ്കിലും ഇനി ഭഗവത്ഗീതയിലേക്ക് പോവുകയാണെങ്കിലൊക്കെ അവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന, നമ്മൾ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുക്കി തരുന്ന ആ ഒരു സൃഷ്ടാവിനെ ആരാധിക്കാനാണ് പറഞ്ഞിട്ടുള്ളതൊക്കെ. യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടും